എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ 2025 ഫസ്റ്റ് വ്ളോഗാണ് നമ്മുടെ. അത് നമ്മളെ ഫേവറേറ്റ് സ്ഥലം, എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. എവിടേക്കാണ്? കണ്ണേട്ടന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ 2025 നമുക്ക് അസുഖങ്ങളൊക്കെ മാറി വരുന്ന ഒരു വർഷം. 2024 ഉണ്ടായിരുന്നു, 2025 അത് കടന്നു, ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷെ നമ്മള് 2025 പൊളിച്ചടുക്കും നമ്മള്. 2025 ആയിട്ട് കണ്ണേട്ടന് എന്താണ് പറയാനുള്ളത്? സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്, എന്നാലും ഇത്തിരി ഉറക്കെ സംസാരിക്കുക. 2025 ആയിട്ട് എന്താ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞതാകട്ടെ അല്ലെ. എല്ലാവർക്കും, നമുക്കും അതുപോലെ തന്നെ ആവട്ടെ. എല്ലാവർക്കും അതെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. സൗണ്ട് മാറ്റുള്ളത് അറിയണ്ടോന്ന് അറിയില്ല കേട്ടോ. കാരണം മൈക്കേല് പറയുമ്പോ ചിലപ്പോ അത്ര ഫീലിംഗ് ഉണ്ടാവില്ല. തുടക്കത്തിലെല്ലാം നമുക്ക് അസുഖമാണ് കേട്ടോ. നമ്മളിപ്പോ ലാസ്റ്റ് ആയിട്ട് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഞ്ഞിന്റെ പ്രശ്നം കാരണം തൊണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ 2025 നമുക്കതുണ്ട്. ഇന്റെ മാറി ധ്യാനുട്ടന്റെ ഒന്നും ഓക്കെ ആയിട്ട് വരുന്നു, കണ്ണേട്ടന്റെ ഒന്നും കൂടി റെഡി ആവാണ്ട്. എന്നാലും നമുക്ക് കഴിഞ്ഞ വീഡിയോയില് ഉള്ളതിനെക്കാട്ടി ഇപ്പൊ നല്ല മാറ്റമുണ്ട്. സൗണ്ട് ഒക്കെ ഒന്ന് ശരിയായി വരണുള്ളൂ. ന്യൂ ഇയറിന് നമുക്ക് അതേപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാ? ജിമ്മിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ജിമ്മ് എല്ലാ കൊല്ലം നമ്മള് പറയണതാണ്. ജിമ്മ് പോകാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, ജിമ്മിൽ പോയിട്ട് ശരീരം സെറ്റ് ആക്കാനുള്ളൊരു ഇതുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ കൊല്ലം കണ്ടൂലോ ജിമ്മില് പോയിട്ട്. അതൊരു മാസം മുന്നേ പോയതിന്റെ വീഡിയോ കണ്ടു എന്നാ പറയുന്നത്. ജിമ്മിൽ പോയിട്ട് ഫോട്ടോ എടുത്തത് അവൻ കണ്ടു എന്നാണ് പറയുന്നത് കേട്ടോ. ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് ശരീരം സെറ്റ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ. ഫിറ്റ്നസ് ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറെ മാറിക്കിട്ടെന്ന് വിചാരിക്കണം. നമുക്ക് കഴിഞ്ഞ കൊല്ലം പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഗ്രഹം നമ്മുടെ വീട് പണിയാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ വലിയൊരു ആഗ്രഹം. അപ്പോൾ അതിനൊക്കെ വഴി തെളിയട്ടെ, അതിനൊക്കെ ഉള്ളൊരു ഇത് 2025 സംഭവിക്കട്ടെ. 2025 എൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് കണ്ണേട്ടൻ പറഞ്ഞു ഇപ്പൊ പറയണ്ട അവരോട്, അതിൻ്റെ ഒരു ഫൈനലായിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങള് പറയണില്ല. പക്ഷെ ഞാനൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചുണ്ട്. വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോ അത് നമ്മൾ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അത് കുറച്ച് ഇതുണ്ട്. അപ്പൊ അത് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാലും 2025 ആയിട്ട് ഫ്രഷ് ആയിട്ട് ഞാനൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം അത് പറയാന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. ധ്യാനിട്ട് അവിടെ കിടന്ന് കളിയാണ് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ 2025 ആയപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമല്ല. എന്ന് തോന്നിയിട്ടുള്ള കാര്യമാണ്, അല്ലാതെ എന്നോട് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. പൊന്നു ആഗ്രഹങ്ങൾ എന്നുള്ള എന്തൊക്കെയാണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ കല്യാണത്തിന്റെ മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ നമുക്കത് ഇപ്പോഴാണ് നമുക്കത് അതിനുള്ള സമയമായത്. ഞാനും ആ ഒരു കാര്യമായിട്ട് അത് മനസ്സിലുണ്ട്. പക്ഷെ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ, അല്ലെങ്കിൽ അതിനൊന്ന് ഇറങ്ങി തിരിക്കാൻ എല്ലാ അതിൻ്റെതായ സമയം ഉണ്ട് എന്നാണല്ലോ പറയാം. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെതായ ഒരു കറക്റ്റ് ടൈം ആയത്. അപ്പം ഞാൻ അതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും നന്നായി നടക്കട്ടെ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കട്ടെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും ഭംഗിയായി കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതേപോലെ നടക്കട്ടെ. പിന്നെ ഈ ഒരു വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് പണിയുടെ ഒരു ഇത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യും എന്ന് മാത്രമേ നമ്മൾ 2025 തീരുമാനിച്ചിട്ടുള്ളത്. 2025 എന്നല്ല, നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും കൂടി എടുത്തൊരു കാര്യമാണ്. നമ്മൾ രണ്ടുപേരും അതിന് മുന്നിട്ടിട്ട് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. അതിന് നമ്മൾ ഇനി വർഷം നോക്കിയിട്ട് ന്യൂ ഇയറിന്റെ വർഷങ്ങൾ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റണം അത്രത്തോളം ചെയ്യാൻ പറ്റണില്ലേ ചെയ്യാതിരിക്കുക, അങ്ങനെ എത്ര ഉള്ളൂ കേട്ടോ.
പിന്നെ നമ്മളെ സംബന്ധിച്ച് അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ എന്തായാലും നല്ലോണം സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. എന്നാൽ ഒരുപാട് സമയം എന്നല്ല, എന്നാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ധ്യാനുട്ടന് പുതിയ വർഷമായിട്ട് എന്താ പറയാ? കുറെ നേരം കൈ പിടിച്ച് വലിക്കണം, അവൻ എന്തോ കാര്യമായിട്ട് പറയാണ്ട്. നമുക്കിനി ധ്യാനുട്ടനോട് ചോദിക്കാം അവനോട് ഇനി എന്താ പറയാനുള്ളതെന്ന്. പുതിയ വർഷമായിട്ട് ധ്യാനുട്ടന് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, ധ്യാനുട്ടൻ എന്തൊക്കെയാണ് ചെയ്യുക? പിടിച്ചോ. പിന്നെ അച്ഛനും ഞാനും കൂടി അമ്മയും കൂടി പാർക്കിൽ കൂടിയൊക്കെ കണ്ടോ? ഓ, അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. പിന്നെ ഞാൻ പറയാൻ മറന്നു, പഠിക്കുന്ന കാര്യമൊക്കെ നമ്മളെ പോലെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു പഠിക്കുന്ന ഗെയിമേ ഉള്ളൂ. ഞാന് ഒരു അവൻ ഫോണില് കളിക്കണം, അത് വേണം ഇത് വേണം, ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇതേപോലെ അവന്റെ ക്ലാസ്സിലത്തെ ഒരു LKG ഒരു ആപ്പ് കയറ്റിയിട്ടുണ്ട്, അവിടുത്തെ സ്റ്റഡിയുടെ ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ അതാണ് കൂടുതൽ എന്റെ ഫോണില് അഥവാ കാണുകയാണെങ്കിൽ അവ ഇരുന്ന് കാണാറ്. അപ്പൊ അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അവൻ പറയുന്നത്. ഞാനോട്ടന്റെ പഠിപ്പിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഞാനോട്ടൻ ഇപ്പൊ LKG അപ്പൊ ഈ കൊല്ലം അവൻ UKG ആവും. അപ്പൊ ഒന്നുകൂടി ഇമ്പ്രൂവ് ആവും. അപ്പൊ അവന്റെ പഠിപ്പ് ഒന്നുകൂടി മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹമാണ് രണ്ടാമത്തെ. പിന്നെ എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു Instagram ID ഉണ്ട്, ധ്യാനിഷ് പറഞ്ഞിട്ട്. അപ്പോൾ അതിപ്പോൾ ഇത്തിരി ആക്റ്റീവ് അല്ലാണ്ട് ഇരിക്കുകയാണ്. കാരണം ഞാനാണത് മാനേജ് ഉണ്ടായിരുന്നത്. അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നിന്ന് തരാറില്ല. ഓരോ വീഡിയോസ് എടുക്കാനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അവൻ നിൽക്കാറില്ല. അപ്പോൾ അത് കുറച്ച് ആക്റ്റീവ് അല്ലാണ്ട് ഇരിക്കണം അവൻ്റെ അക്കൗണ്ട്. പിന്നെ അച്ഛൻ ഫോണിലെത്തിരി എന്താ ചെറിയ കുട്ടീൻ്റെ ഇത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള വീഡിയോസൊക്കെ ഉണ്ടായില്ലേ, അതൊന്ന് ആക്റ്റീവാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ നിൽക്കും. വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി തുടങ്ങാൻ പോണത്. എടാ, അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ വീഡിയോ എടുക്കാൻ സമ്മതിക്കോ? അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ വീഡിയോ എടുക്കാൻ സമ്മതിക്കോ? ഇതില് നോക്കി പറയ്. അങ്ങനെയാണെങ്കിൽ ഞാൻ Instagram നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. ആർട്ടോ? നമുക്കിതൊരു സങ്കടം. എന്താ ആർട്ട്? അപ്പൊ അതാണ് അടുത്ത. എനിക്ക് എന്താ സങ്കടം, എന്റെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ധ്യാനുട്ടനാണ് കേട്ടോ പെട്ടെന്ന് ഇപ്പൊ ചോദിക്കും. ഇപ്പൊ കണ്ണായിട്ട് പകൽ ഉണ്ടാവാറില്ലല്ലോ. ധ്യാനുട്ടൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ലീവൊക്കെ ആയിട്ടിരിക്കണം. എന്റെ മുഖം ഒന്ന് പെട്ടെന്ന് മാറിക്കഴിഞ്ഞെങ്കിൽ അപ്പൊ ചോദിക്കും അമ്മയ്ക്ക് വല്ല സങ്കടം ഉണ്ടോ, അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കൂട്ടെ. അതൊക്കെയാണ് നമ്മുടെ ഈ 2025 ആഗ്രഹങ്ങൾ എന്ന് പറയാം. 2025 ഒരു വർഷം വേറെ കൊണ്ടുള്ള ആഗ്രഹങ്ങളല്ല, അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ്. എപ്പോഴായാലും ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളാണ്. അപ്പം അതൊക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ളത്. മെയിനായിട്ട് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഇനി മുന്നോട്ട് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അത് കഴിഞ്ഞ് ധ്യാനോട്ടൻ്റെ ഓരോ കാര്യങ്ങൾ, പഠിപ്പ്, അവൻ്റെ Instagram. കാരണം നമ്മൾ ഇപ്പം എൻ്റെ ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പ് പോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും പഠിപ്പ് പോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും കുട്ടികളെ ഓരോന്ന് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാട്ടോ ഞാൻ. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് മാറാം അങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ പൊന്നു? അപ്പോൾ പഠിപ്പിൻ്റെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് Instagram ഒന്നുകൂടി അവൻ്റെ സെറ്റപ്പ് ആക്കി എടുക്കണം. അതൊക്കെയാണ് ആഗ്രഹം. എല്ലാം വിചാരിച്ചപ്പോൾ നടക്കട്ടെ. ആദ്യം സൗണ്ട് ഒന്ന് ശരിയാവട്ടെ എന്നാണ് ആദ്യത്തെ ആഗ്രഹം. പിന്നെ പൊന്നു പറഞ്ഞ പോലെ പൊന്നു എന്തിലേക്കൊക്കെ ഇറങ്ങേണ്ടതെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആ വിചാരിച്ചത് നടക്കട്ടെ. അടുത്ത ഈ കൊല്ലം 2026 ജനുവരി ആകുമ്പോഴേക്കത് നടപ്പിലാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. കണ്ണേട്ടന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പൊ തന്നെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റിയത്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല, സപ്പോർട്ട് ചെയ്യണോണ്ടാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളും ചെറുതാണെങ്കിലും നടക്കട്ടെ. 2025 എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങു നീരത്തുളത്തില് നീർപ്പരപ്പിൽ നിഴലിൽ ആരോട് കേട്ടിട്ടുണ്ടാവില്ല. അങ്ങു വാഴക്കോണിലെ മിന്നി നിന്നരം വിളി അമ്പിളിക്കഴിത്തുള്ളിൽ ചോരക്ക മോയൽ തുടത്തില് നീർപ്പരപ്പിൽ നിഴലിടും
അമ്പിളിക്കളിത്തുള്ളിലെ ആമക്കുഞ്ഞിനോ വായിക്ക പിടിക്കാം. ആമക്കൂമ്പനവ് നെഞ്ചത്ത് വെക്കില് ചെല്ലത്തിലോ ഭൂമി പാടുമൂടും അത്രയും കിലോ വാവേ കഥ കേട്ട് മെല്ലെ ചിരി പൂട്ടേ മാവി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെയോബൽ ചിരിയോടെ അഞ്ചിൽ തളയാടെ വളരെ വളരെ ഉയർന്നുവാ ഉയർന്നുവാ തടകളെ നീയുടച്ചുവാ ഉയർന്നുവാ ഉയർന്നുവാ തടകളെ നീ ജയിച്ചുവാ. ഇനി നമുക്ക് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.